ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. പറ, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഹായ് അശ്വിൻ. Hi. Where are we going? We are going lake. Kundwad Kere. Kere means lake. Kundwad lake. നമ്മളൊരു ഈവനിങ് വാക്കിന് പോവാണ് കാറില്. അച്ഛോ, ഈവനിങ് വാക്കിന് പോവല്ലേ കാർ എടുത്തിട്ട്? But it's far. How long it is? Kilometers? Almost 6 kilometers. 6 kilometers. അപ്പൊ നമ്മള് ഒരു ഈവനിങ് വ്ലോഗ് പ്ലാൻ ചെയ്തു. ഇന്നിപ്പോ സൺഡേ ആണ്. അപ്പൊ സൺഡേ അശ്വിനും ഫ്രീ ആണ്. പിന്നെ നമ്മളെല്ലാരും ഒരു റിക്കവറി സ്റ്റേജിൽ ഇരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ പോയി. ഹൗ ആർ യു ഫീലിംഗ് നൗ? I'm fine, but little tiredness I'm feeling. It takes time. അപ്പൊ അശ്വിൻ ചെറിയൊരു ക്ഷീണമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതർവൈസ് നമ്മളെല്ലാരും കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാരും അമ്മയ്ക്കാണ് ഇപ്പൊ കുറച്ച് പറ്റിയിരിക്കുന്നത്, നമുക്ക് ഭേദമായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മൾ വിചാരിച്ചു ഒരു ഈവനിങ്, കുറേ ദിവസമായിട്ട് നമ്മൾ എവിടെയും പോയിട്ടില്ല. ഒരാഴ്ചക്ക് മുകളിലായി വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നു. കൺമണിയാണെങ്കിലും അപ്പൊ ഒന്നും പുറത്ത് പോവാം, ചെറിയൊരു വാക്കിനൊക്കെ പോവാന്ന് വിചാരിച്ചു. അപ്പം അവിടെ പാർക്കുണ്ട് മോനെ, പാർക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് കൺമണിക്കുള്ള ഒരു ചെറിയ ഔട്ടിങ്, പിന്നെ ഞങ്ങൾക്കും. അപ്പം ഞങ്ങൾക്കും ഒരു കുറച്ച് സമയം നമ്മുടെ മാത്രമായിട്ട് സംസാരിക്കാനും ഇരിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടുമല്ലോ. നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്താണ്. ഇപ്പൊ പോകുന്നത് ഒരു ലേക്കിന്റെ അടുത്തേക്കാണ്. കുന്തുവാഡ് ലേക്ക് അല്ലേ? കുന്തുവാഡ് കെരെ എന്ന് പറയും. കെരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്ക് എന്നാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. റോഡ് ശരിയില്ല. ഒരു 6 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് വൈകുന്നേരം വാക്കിനൊക്കെ പോയായിരുന്നു. അത്രയും ദൂരം നടന്നിട്ടൊക്കെ പോയായിരുന്നു നമ്മള്. എനിക്ക് ഓർമ്മയുണ്ടത്. അന്നേരം പിന്നെ നമുക്ക് നടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അന്ന് നമ്മള് ചെറിയ പ്രായം, നടക്കുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഒരു 1/2 കിലോമീറ്റർ പോലും നടക്കാനില്ല, ഒരു ശക്തി ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അവിടെയൊക്കെ പോവാം. പിന്നെ അതിന്റെ അടുത്തൊരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാം, എന്താ കാണാൻ പറ്റുമോ. ഇതൊന്നും നമ്മൾ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. അല്ല അശു, നമ്മള് കണ്ടിട്ടില്ലല്ലോ ഗ്ലാസ് ഹൗസ്. ഈ ഗ്ലാസ് ഹൗസ് ഒക്കെ ഇവിടെ വന്നിട്ട് കുറെ വർഷമായി, പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഈ ലേക്ക് ഞാൻ പണ്ട് മുതലേ നമ്മൾ വരുന്നതായതുകൊണ്ട് ലേക്ക് മാത്രമേ എനിക്ക് അറിയാം കേട്ടോ. പിന്നെ നമുക്കൊരു കോഫി ഡേറ്റിനൊക്കെ പോവാന്ന് ഇങ്ങനെ വിചാരിച്ചു നമ്മള്. അപ്പൊ നമ്മുടെ ഒരു ഈവനിങ് ഡേറ്റ് അശു. അശു, നീക നല്ല പഴയതുപോലെ ഡേറ്റിനൊന്നും കൊണ്ടുപോകുന്നില്ല അശു. പഴയതുപോലെ ഡേറ്റിനൊന്നും കൊണ്ടുപോകുന്നില്ല. പറയൂ. അശ്വിന് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ദാവണഗിരിയിലെ ഡേറ്റിന് പോകാൻ ഇഷ്ടമില്ല. അശ്വിന് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഡേറ്റിന് പോകാനാണ് അശ്വിന് ഇഷ്ടം. അശ്വിന് ഇറ്റ്സ് ബീൻ എ വൈൽ നാവെಲ್ಲೂ ട്രാവൽ ಮಾಡಿಲ್ಲ അല്ലേ? ലാസ്റ്റ് ഏപ്രിലിൽ പോയതേ ഉള്ളൂ. നമുക്ക് എവിടെയെങ്കിലും പ്ലാൻ ചെയ്യണ്ടേ? ക്രിസ്മസ് വരാനായി, ഡിസംബർ വരാനായി. ഡിസംബർ ആക്ച്വലി വി ഷുഡ് നോട്ട് മിസ് ട്രാവലിംഗ്. ദി ബെസ്റ്റ് ടൈം ഓഫ് ദി ഇയർ. നമ്മള് സാധാരണ കണ്ടിട്ടില്ല, നമ്മള് സാധാരണ നവംബർ ഡിസംബറിൽ എവിടെയെങ്കിലൊക്കെ ചെറിയൊരു സ്റ്റേക്കേഷനൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. കാരണം അശ്വിന്റെ ബർത്ത്ഡേ നവംബറിലാണ്. യൂഷ്വലി നമ്മൾ ആ ടൈമിലും പിന്നെ ഡിസംബറിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മള് കോട്ടയത്ത് പോയി. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കോട്ടയത്തായിരുന്നു. പിന്നെ അശ്വിന്റെ ബർത്ത്ഡേ ഊട്ടിയിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അശ്വിന്റെ ബർത്ത്ഡേ ടൈമില് ദീപാവലി ആയിരുന്നു. പിന്നെ നമ്മള് എല്ലാം കൂടി ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്. അശ്വ ಹೋಗ್ತೀವಲ್ಲ, ഗോയിങ് റൈറ്റ്. ഹോപ്പ്ഫുള്ളി നമ്മള് ഒരു അടുത്തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനു മുന്നേ ചെറിയൊരു ഡേറ്റ് ഇവിടെ, കാരണം ഡേറ്റിന് കൊണ്ടുവന്ന അശ്വിൻ മറന്നിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ಅಶೋ, ನಂಗೆ ಅನ್ಸುತ್ತೆ ನಿನ್ಗೆಲ್ಲ ಮರ್ತೋಗ್ಬಿಟ್ಟಿದೆ ಡೇಟ್ ಹೋಗೋದಲ್ಲ. ಅದಕ್ಕೆ ಇವತ್ತೊಂದರ ನಿನ್ನ ನೆನ್ಪು ಮಾಡಿಸ್ತೀನಿ ನಾನು. പിന്നെ ടൈമും കുറവാണ് അശ്വിന് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്.
വീക്ക് ഡേയ്സിൽ വരാൻ ഒരുപാട് ലേറ്റ് ആവും അല്ലേ, വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോ. പിന്നെ ഇപ്പൊ ഒരാഴ്ചയായിട്ട് പനിയാണ് എല്ലാവർക്കും. അല്ലെങ്കിലും വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം ഒരു 8:30-9 മണിയാവും രാത്രി. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ കിടന്നുറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ, ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങാം. അപ്പൊ നമ്മളിങ്ങനെ ലേക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇത് ആ ഗേറ്റ് എത്ര ഒക്തി, ഇതിന് 2 എൻട്രൻസ് ഉണ്ട് ഈ ലേക്കില്. അശോ, ഈ റോഡിൽ എന്നെ പോലീസ് പിടിച്ചേ. ഈ റോഡിലുണ്ടല്ലോ സ്പീഡ് ലിമിറ്റ് ഉണ്ടായിരുന്നേ. എത്ര ലിമിറ്റ്? 30-ഓ 40-ഓ? 30-40 എന്തോ ആണ് സിറ്റിനകത്ത് ഈ ഒരു റോഡിലുള്ള സ്പീഡ് ലിമിറ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നേ എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ 30 ആണ് സ്പീഡ് ലിമിറ്റ് ഉള്ളത്. അപ്പൊ അവക്ക് ബസ്സിന് പോകാൻ വേണ്ടിട്ട് 6:45 ബസ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഇവിടെ ഒരു അടുത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നമ്മളുടെ ലഗേജും എടുത്തിട്ട് വേണം 6:45 ബസ് സ്റ്റോപ്പിലെത്താൻ. അവിടെ കണ്ട് പോലീസ് നിൽക്കുന്നുണ്ട് അല്ലേ അശ്വത? പോലീസ് അവിടെ ഉണ്ടെന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ പോലീസ് പിടിച്ചു. എന്നെ പോലീസ് പിടിച്ചിട്ട് ഓവർ സ്പീഡാന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് നിർത്തി. എന്നിട്ട് ഫൈൻ കെട്ടാനൊക്കെ പറഞ്ഞു. 2000 രൂപ ഫൈൻ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷേ ഇല്ലെങ്കിൽ വീട്ടിലേക്ക് അയക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ അവക്ക് വയ്യാണ്ടിരുന്നു. അല്ല, അപ്പോ അവക്ക് വയ്യായിരുന്നു. ആക്ച്വലി അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു. അങ്ങനെ അവളുടെ ഒരു ഹോസ്പിറ്റൽ ലുക്കൊക്കെ കാണിച്ചിട്ട് നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആയി. പക്ഷെ ഞാനൊരു ഓവർ സ്പീഡ് ഒന്നും എനിക്ക് 80 ഇല്ല, ഒരു 60 ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. അതെ അല്ലെ ഓവർ സ്പീഡ്. അത് 30 ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അന്നങ്ങനെ പോലീസ് പിടിച്ചു. പക്ഷെ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മളിതാ ലേക്കിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഈ വഴിയൊക്കെ നല്ലൊരു ഭംഗിയാ, കാരണം ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വഴിയാ. ഇതാണ് ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം. പണ്ട് ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ വീടുകളും പിന്നെ ലേക്ക് വ്യൂ അപ്പാർട്ട്മെന്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. കൺമണീനെ പാർക്കിലെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നടപ്പിക്കുക. ഇതാണ് കേട്ടോ ലേക്ക്. ഇതൊരു വലിയ ഏരിയ ഉണ്ട്. അശു അതല്ല മിഡിലു സെന്റർ. നമുക്ക് ഇവിടുന്ന് ചുറ്റും നടന്നിട്ട് ഒരു ഫുൾ റൗണ്ട് എടുത്താൽ നമുക്ക് ആ സെൻറ്റർ പോർഷനിൽ പോകാൻ പറ്റും കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും വന്നിട്ട് അപ്പുറത്തെ സൈഡ് പോയി കഴിഞ്ഞാൽ ഒരു ഗേറ്റ് കൂടി ഉണ്ട്. ആ ഗേറ്റിലേക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം വരുമ്പം ഈ ഒരു പോർഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന പോർഷൻ ഇത് എക്സ്റ്റെൻഡഡ് പോർഷനാണ്. ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ റോഡ് തന്നെ ഇതിൻ്റെ പകുതി, ഞാൻ മുന്നേ വരുമ്പം ഇത്രയും ഉണ്ടായിരുന്നില്ല ഈ സ്പേസ്. ഇതിൻ്റെ ഒരു പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെന്തൊക്കെയോ ഇവിടെ ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീരില്ല. കടിമേ വെള്ളം കുറച്ച് കുറവാണ്. പറയൂ, പണ്ടെപ്പോഴാ വന്നേ? പണ്ട് ಮುಂಚೆ ಯಾವಾಗ ಬಂದಿದೆ ಅಂತ? It's a very long time. Maybe years. ഇപ്പൊ എന്താ ചേഞ്ച് ആയില്ലേ? കുറെ ചേഞ്ച് ആക്കില്ലേ? Lot of change. ഇവിടെ like they made a fence, the whole area they made fence. ಮುಂಚೆ ಇರಲಿಲ್ಲ. And see track. ഇതൊക്കെ വലുതാക്കി വൈഡൻ ചെയ്തവര്. ഈ ട്രാക്ക് വൈഡൻ ചെയ്തു. And they fixed all the chairs to sitting. ചെയർസ് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ എക്സസൈസ് ചെയ്യുന്ന ഇതൊക്കെ ഇപ്പൊ ചെയ്തതാ അശ്വ.
പക്ഷേ അതെല്ലാം ഇരുന്നില്ല. No, those were not there. അതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാ. ഇവിടെ ദാവണഗിരിയിൽ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ കുറേ ലേക്സും ഉണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ലേക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഞാൻ രാവിലെ നടക്കാൻ ഇടയ്ക്ക് പോകുന്ന ഒരു ലേക്ക് ഉണ്ട്. അത് TV സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അതും പിന്നെ കുറേ പാർക്ക് ഉണ്ട് കേട്ടോ. ഓരോ കിലോമീറ്ററിലും നമുക്ക് കുറേ പാർക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വൈകുന്നേരം ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നടക്കാനും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഇതൊക്കെ എനിക്കൊന്ന് ഭയങ്കര ഗുണമാണ്. കാരണം ഫാമിലിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രസമല്ലേ. അതും പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് ഇത് വളരെ നല്ലതാണ്. But before, like the land price was not that high here. But I think recently, because of this lake view things, you know, the property like. ഇപ്പൊ റെസിഡൻഷ്യൽ ഏരിയ ഈ സൈഡിലേക്ക് മൂവ് ആവല്ലേ അല്ലേ? Most of the people are coming and constructing houses here. Before, nobody was here. മുന്നേ ഈവൻ ഞാൻ വരുന്ന ടൈമിലുണ്ടായിരുന്നില്ല. ഒരു ഐസൊലേറ്റഡ് ഏരിയ ആയിരുന്നു ഇത്. ഭയങ്കര ഒരു സ്കേറി ആയിട്ടൊരു പ്ലേസ് ആയിരുന്നു. ഇല്ല അവൻ പോയി മോനെ. അപ്പം ഇത് ഭയങ്കര ഒരു സ്കേറി ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. സ്കേറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് ഉണ്ടായിരുന്നു. ಟೈಮಿಂಗ್ ವಾಸ್ ದೇರ್ ಲೈಕ್ ಅರೌಂಡ್ 6 o'clock ಇಲ್ಲೆಲ್ಲ ಸೆಕ್ಯೂರಿಟಿ ಬಂದು ಕ್ಲೋಸ್ ಮಾಡ್ತಿದ್ರು. അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പം ഈ ബിൽഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വരുന്ന സമയത്ത് വെച്ചാൽ മേ ബി ഒരു 7 years ബിഫോറിൻ്റെ കാര്യം ഞാൻ പറയണേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 6 മണിയാകുമ്പോഴേക്കും ആൾക്കാർ വന്ന് ഇത് മൊത്തം ക്ലോസ് ചെയ്തിട്ട് നമ്മളെല്ലാം ഇവിടുന്ന് പോകണം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ഒരു ഏരിയയിലേക്ക് അതിനുശേഷം ഒന്നും ആരും വരുന്നത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒത്തിരി മാറി. ഇപ്പോൾ ഉള്ള വീടുകളും കാര്യങ്ങളൊക്കെ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് വീടുകളും അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഇൻഡിപെൻഡന്റ് ഹൗസസ് ഓൾസോ. Most of the apartments in Davangere like they constructed here. ഈ ഏരിയയിലേക്ക് വന്നു. പിന്നെയും കുറച്ചുകൂടി ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഇതാ ഈ SS ലേഔട്ടാണ്. ഇതിനെ നമ്മൾ SS ലേഔട്ട് എന്നാട്ടോ ഇവിടെ പറയാം. അപ്പം റിംഗ് റോഡ് SS ലേഔട്ട് എന്നാണ് പറയാം. അപ്പോൾ ഈ ഒരു SS ലേഔട്ടാണ് കുറച്ചുകൂടി നല്ല റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയാൻ ഇത് നല്ലൊരു ഏരിയ. ഇവിടെയൊക്കെ സ്ക്വയർ ഫീറ്റിന് നല്ല പൈസ ഉണ്ട് ഈ ഏരിയയില് അല്ലേ. ഇവിടെയൊക്കെ നല്ല അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ നല്ല വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നാട്ടിൽ പോകുന്ന ബസ്സാണ് കേട്ടോ അത്. ദുർഗാംബ എന്ന് പറഞ്ഞിട്ട് സ്ലീപ്പർ ബസ്. കണ്ട് ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. കുറേ വീടുകൾ, നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കോളേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് തിരക്ക് കുറവ്. ഇവിടെ ദാവൺഗിരിയിലുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലെ ഈ ചിക്കനും മീനൊന്നും നമ്മുടെ വീട്ടിന്റെ അടുത്തൊന്നും കിട്ടില്ല കേട്ടോ. അതായത് വീട്ടിന്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇന്നില്ല മോനെ, ചിക്കൻ വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെ അടുത്തടുത്തടുത്തടുത്ത് ചിക്കൻ കിട്ടുന്ന കടയോ മീൻ കിട്ടുന്ന കടയോ മീൻ വീട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ. ഇവിടെ അതൊക്കെ ഒരു ഏരിയയിൽ മാത്രമാണ്. ഇപ്പോൾ ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും ചിക്കൻ കിട്ടുന്ന ഷോപ്സ് ആണെങ്കിലും ഒക്കെ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പം ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇതിൻ്റെ അടുത്താണ് ചിക്കൻ കിട്ടുന്നൊരു ഏരിയ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ചിക്കനും വാങ്ങിച്ചിട്ട് വാ, അങ്ങനെ നമുക്ക് ചിക്കൻ കിട്ടി എന്തെങ്കിലും കഴിക്കാമല്ലോ. കാരണം ഒരാഴ്ച കേട്ടോ ഞാൻ ഈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പനിയും കൂടെ ആയതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല എന്താ പറയുക ടേസ്റ്റി ആയിട്ടൊന്നും കഴിച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ ഞാൻ വീഡിയോസിന് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, ഈ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറേ ദിവസമായി. അപ്പം ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, പിന്നെ ഇനിയിപ്പോൾ ഇവിടേക്ക് ഇപ്പം ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിന് ഭയങ്കര ടാസ്ക്. അശ്വിൻ വരെ അത്രയും ദൂരം പോകണ്ടേന്നൊക്കെ പറഞ്ഞ് മടിക്കും. അപ്പം എന്തായാലും ഇവിടെ വരെ വന്നല്ലോ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ചിക്കനും കൂടെ ആവട്ടെ അല്ലേ അശ്വ? അല്ല കണ്ണു, എനിക്ക് എപ്പോഴും അശ്വിനെ വായിൽ വരുള്ളൂ അല്ലേ കണ്ണു? കണ്ണുന് ചിക്കൻ വേണോ? നമുക്ക് ചിക്കൻ കഴിക്കാം കേട്ടോ, ചിക്കൻ ബിരിയാണി കഴിക്കാം. അശു why so late? ಅದೇ ಸ್ವಲ್ಪ ಚಿಕನ್ ಕ್ರೌಡೆಡ್, ಅವರು ಒಳ್ಳೆ ಪೀಸ್ ಹಾಕೊಟ್ರು. ಸಂಡೆ ಅಲ್ಲ ಎಂದದು
ഷവർമ. കണ്ണു സൊസൈറ്റി എന്താ കണ്ണു കഴിക്കണേ? കണ്ണ പേപ്പർ മാറ്റി കഴിക്കണേ. എന്താ ಚೆನ್ನಾಗಿರುತ್ತಾ? ಸೂಪರ್ ಆಗಿರುತ್ತೆ. അത് ശരിക്കൊരു ചപ്പാത്തി റോള് പോലെ ഉണ്ട്. കാരണം അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമ പോലെ അല്ല അതുള്ളത്. ഇതിൽ മയോണൈസും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വേറെന്തോ സംഭവമാണ്. ഇതൊരു റോള് പോലെ ഉള്ളൂ. പക്ഷോ ടീ കുടിയാണോ? ആ കോർണർ ഷോപ്പ് അല്ലേ ಅಲ್ಲಿ ബണ്ണ ദോശ എത്ര? ഇതും അതുപോലെ ടൗണിന്റെ നടുക്കുള്ളൊരു പാർക്കാണ് കേട്ടോ. ഇതിൽ നിറയെ മരങ്ങളാണ്. വലിയൊരു പാർക്കായത്. ഇവിടെ എത്ര പാർക്ക് ഉണ്ടാവും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൗണ്ട്ലെസ് ആണ് കേട്ടോ. എനിക്ക് എത്ര ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഈ ഒരു റോഡിൽ തന്നെ 3 പാർക്ക് ഉണ്ട് അടുത്തടുത്തായിട്ട്. പിന്നെ ഇവിടെ ഒരു സ്കേറ്റിംഗ് സെന്റർ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതൊക്കെ ഈ ഒരു റോഡിലാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. അതിന്റെ താഴെ സ്കേറ്റിംഗ് സെന്റർ ഉണ്ട്. അതിന്റെ താഴെ ഒരു വലിയ പാർക്ക് ഉണ്ട്. അതിൽ കുറെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു ഫുഡ് കോർട്ട് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. പക്ഷേ നമുക്ക് ഇന്നവിടെ പോയി നോക്കിയിട്ട് വരാം. എന്തെങ്കിലും സ്നാക്ക് പോലെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. കാരണം ഞങ്ങൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കോഫിയോ ടീയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ച് നമുക്ക് എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് നോക്കിയിട്ട് വരാം. ലക്ഷ്യം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല ഇവിടത്തേക്ക്. ഭയങ്കര തിരക്കുണ്ട് ഇന്ന്. ഇതാണ് കേട്ടോ ആ ഞാൻ പറഞ്ഞ സ്ഥലം. ഇതിനകത്ത് കുറേ സ്റ്റോൾസ് ഉണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇവിടെ ദോശ, ചാട്സ്, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുപോലെ പിന്നെ പിസ്സ ഒക്കെ, ഏതൊരു പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട്, മോംസ് ഡിലൈറ്റ്. പിന്നെന്തായിരുന്നു, ഈ മാൽഗുഡി പരമ്പര കഫേയിലാണ് നമ്മൾ ചായ വാങ്ങിച്ചത്. ഞാൻ ഒരു നോർമൽ ചായയും അശ്വിനൊരു ബ്ലാക്ക് ടീയും വാങ്ങിച്ചു. അശ്വിൻ എന്നിട്ട് അവിടെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയിരിക്കുക. ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ കൂടുതലും ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും പുറത്ത് പോകാറുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ഹോട്ടൽസിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കാണ്. ഹോട്ടലില്ലെങ്കിലും ഈ ചാട്സ് ഒക്കെ കഴിക്കുന്ന ചെറിയ ചെറിയ ഷോപ്പിലാണെങ്കിലും അതുപോലെ ഈ പാർക്കിലൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെ പുറത്തൊക്കെ ഫുഡ് കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും. എനിക്കൊന്നും സൺഡേ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ എപ്പോൾ ഇതുവഴി യാത്ര ചെയ്താലും ഇതിനകത്ത് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അശ്വിൻ എന്തോ വാങ്ങിച്ചിട്ട് വന്നു. എന്താ അത്? തട്ട ഇഡ്ലി, ദോശ ഒരു ഇഡ്ലി, പൊടി ഇഡ്ലിയാ? Idli puri with ghee. Okay. 2 ದೋಸೆ ಆರ್ಡರ್ ಮಾಡಿದ್ಯಾ? ದೋಸೆ ನಲ್ಲതാണോ മോനെ? നല്ല ദോശയാണോ? Same your kashaya. ಸ್ಪೈಸಿ ಇದೆಯಲ್ಲ ಮತ್ತೆ ಸ್ವೀಟ್ ಇದೆ. ಸೊ ಯು ಆರ್ಡರ್ಡ್ ಬ್ಲ್ಯಾಕ್ ಟೀ. ಕಷಾಯ ಅಲ್ಲಿ ಕಷಾಯನ ಬರ್ದಿತ್ತಾ? ಓಕೆ, ಟ್ರೈ ಮಾಡು. ಅದನ್ನ ಟ್ರೈ ಮಾಡಿದೆ. ಸೊ ಐ ಥಾಟ್ ಇಟ್ಸ್ ಎ ಬ್ಲ್ಯಾಕ್ ಟೀ. ಪೆಪ್ಪರ್ ಎಲ್ಲ ಹಾಕಿದ್ದಾರೆ ಅವರು. പക്ഷെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ് വാസ് നോട്ട് ഗുഡ്. It was spicy. ചായ നല്ല ചായയായിരുന്നു. പക്ഷെ എനിക്ക് ദോശയും ഇഡ്ലിയും എനിക്ക് അങ്ങനെ ഒരു ഇഡ്ലി വാസ് ഗുഡ്. ഇഡ്ലി വാസ് ഗുഡ്. ബട്ട് ദോശ, കൺമണിക്ക് ദോശ ഓർഡർ ചെയ്തിട്ട് അത് ഭയങ്കര എണ്ണയൊക്കെ ആക്കിയ ദോശയായിരുന്നു. ദോശ കൊള്ളില്ലായിരുന്നു. ഇല്ല, എണ്ണ ഇತ್ತು. പക്ഷെ ഇഡ്ലി നല്ലതായിരുന്നു. ഇഡ്ലിയിൽ അവര് ಒಂದು ഡ്രോപ്പ് ഗീ ಹಾಕಿದ್ದಾರೆ. ജസ്റ്റ് എ ഡ്രോപ്പ് ഓഫ് ഗീ. പക്ഷെ ഭയങ്കര ആളുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കുണ്ട്. ആൾക്കാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ നല്ല ചായയായിരുന്നു. പക്ഷെ ടീ വാസ് ഗുഡ്. നിൻ കഷായ കൺമണിക്ക് അവിടെ ഐസ്ക്രീമിന്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആരുമില്ല മോനെ. കൺമണിക്ക് പുറത്ത് വരുമ്പോ
come here, okay? കേക്ക് നമുക്ക് കേക്ക് ഒക്കെ കണ്ടു. നമ്മള് വീട്ടില് കേക്ക് ആക്കുന്ന ആളാ. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലാസ്റ്റ് എന്നെ കൊണ്ട് ബിരിയാണി വെപ്പിക്കല്ലേ വീട്ടില്. ചിക്കൻ ഡേറ്റ്. ചിക്കൻ വാങ്ങിക്കാൻ പോയാണോ ഡേറ്റ്? We should not eat outside food. Downgrade outside food is it's not that safe compared to. നല്ല ടേസ്റ്റുള്ള ഫുഡൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നിട്ട് ഇപ്പം എന്നെ കൊണ്ട് ബിരിയാണി വെപ്പിക്കാം. ഈ ബിരിയാണിന്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്, ചിക്കൻ 65 ബിരിയാണി. അതിനുവേണ്ടി ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് റെഡിയാക്കാൻ വേണ്ടി വെച്ചു. മലയാളം വെച്ച് വെക്കും. എണ്ണ ഒഴിക്കും. ഒഴിക്കൂ. നിങ്ങൾക്ക് ബറലല്ല ഴ. അപ്പൊ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണ്. അശ്വ അത് ക്യാപ്പിൽ സ്വല്പം ലൂസ് ചെയ്തേ. പണ്ട് നമ്മൾ കുറേ പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് അന്ന് കുക്ക് ചെയ്യാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാനും ಸಂಸಾರಿಕಾನಕ್ಕೆ ഒരു സ്ഥലം വേണ്ടല്ലേ ಅಶ್ಯು. ಬಿಫೋರ್ ನಾವು ಹೊರಗಡೆ ತಿಂತಿದ್ವಿ ಬಿಕಾಸ್ ನಮಗೊಂದು ಜಾಗ ಇರಲಿಲ್ಲ ಟು ಕುಕ್ ಟು ಟಾಕ್ അല്ലേ. അപ്പം നമുക്ക് വീടുണ്ട്, കുക്ക് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്. പിന്നെ അശ്വു എന്നെ ആ അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നീ ഷവർമ കഴിച്ചില്ലേ? എനിക്ക് തരാണ്ട് നീയും കൺമണി അവരെല്ലാവരും കഴിച്ചു, എന്നെ കൂട്ടിയിട്ടില്ല. എനിക്ക് തന്നിട്ടില്ല. പക്ഷെ അശ്വിൻ ശരിക്കും എനിക്കും അവനും കൂടെ വാങ്ങിച്ചതായിരുന്നു ഷവർമ. അത് കൺമണി കഴിച്ചു. പിന്നെ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ചിക്കൻ റാപ്പ് പോലെ ആയിരുന്നു. അതിനകത്ത് മയോണൈസില്ല ഒന്നുമില്ല. ഒരു ചിക്കൻ ഫില്ലിംഗ് ആക്കിയിട്ട് അതിൻ്റെ ഒരു റാപ്പ് പോലെ. അപ്പം ഞാൻ ഈ ബിരിയാണിൻ്റെ റെസിപ്പി മുന്നേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പി ഒന്നും ചെയ്യാത്തത്. കാരണം വീണ്ടും പറഞ്ഞാൽ അത് ബോറായി പോയില്ലേ. നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ റൈസ് വേറെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ആ റൈസ് കഴിക്കാം, ഗീ റൈസ് പോലെ റൈസും കഴിക്കാം. നമ്മളതിന് അത് കാണട്ടെ. നമ്മളിന്ന് ബോൺലെസ് പീസസാണ് വാങ്ങിച്ചത്. അപ്പോൾ ബ്രൗണിക്കില്ല. വിത്ത് ബോണാണെങ്കിൽ ബ്രൗണിക്ക് അന്ന് രാത്രി നല്ല ഫുഡായിരിക്കും. പക്ഷെ ഇതിപ്പം ബോൺലെസ്സാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ വീട്ടിലിവിടെ അശ്വിനും ഞാനും അശ്വിൻ്റെ സിസ്റ്ററും നോൺ വെജ് കഴിക്കുമായിരുന്നു. അന്ന് ബ്രൗണി ഇല്ല. അപ്പം നമ്മൾ ആദ്യം താമസിച്ച വീട്ടിൽ ഒരു ബാൽക്കണി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വേറൊരു സ്റ്റൗ സെറ്റപ്പ് ചെയ്തിട്ട് അവിടെയായിരുന്നു ഞങ്ങൾ നോൺ വെജ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല അശ്വു, ഹളേ മനേലി ബാൽക്കണിಯಲ್ಲಿ വി യൂസ് ടു കുക്ക്. അവിടെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മെല്ലെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറി. പിന്നെ ബ്രൗണി വന്നു. ആക്ച്വലി ഞാനല്ല ആദ്യം കയറ്റി. ബ്രൗണി വന്നപ്പോൾ ബ്രൗണിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കുക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ആ വീട് മാറി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ അങ്ങനത്തെ ഒരു ബാൽക്കണി ഇല്ല, കുക്ക് ചെയ്യാനുള്ള സൗകര്യം വേറെ ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ അടുക്കളയിലേക്കാക്കി. ആദ്യമൊക്കെ എൻ്റെ പാത്രം തന്നെ വേറെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഒക്കെ മിക്സ് ചെയ്യാൻ തുടങ്ങി. എല്ലാം ഒന്നിനൊന്നും മിക്സായി. ഇപ്പോഴും അമ്മാമ്മയൊക്കെ ഉള്ള ദിവസം ഞാൻ കുക്ക് ചെയ്യാറില്ല. ഇവിടെ നമ്മൾ മാത്രം ഉണ്ടാകുമ്പോഴേ കുക്ക് ചെയ്യാറുള്ളൂ. അമ്മയ്ക്കെന്നെ കുഴപ്പമില്ല. അമ്മാമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മമ്മ ഒരു വൃത്തിയില്ലായ്മ അമ്മമ്മയുടെ മുഖത്ത് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ വിചാരിക്കും ഉണ്ടാക്കണ്ട, കംഫർട്ടബിൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടം ഈ ഒരു ಸ್ಲ್ಯಾಬಿನ ಮುಗಲೇ ಕರೆಯೋಕ್ಕೆ ಭಯಂಕರ ಇಷ್ಟ. ಅಶೋ ನಾನು ಸಣ್ಣ ಇದ್ದಾಗಿಂದ ನಾನು ಕುಕ್ ಮಾಡುವಾಗ ನಾನು ಸ್ಲ್ಯಾಬ್ ಮೇಲೆ ಕೂತ್ಕೊಂಡಿದ್ದೆ. ಇಲ್ಲಾಂದರೆ ಐ ಯೂಸ್ ಟು ಸಿಟ್ ಆನ್ ಸಿಲಿಂಡರ್ ಮೇಲೆ. ಮನೇಲಿ ಅಮ್ಮ ಯೂಸ್ ಟು ಫೈಟ್ ವಿತ್ ಮೀ. In your house you used to sit on cylinder. അല്ലേ, നീ നോടിയല്ല. വീട്ടിൽ അശ്വിനറിയാം, പയ്യനൊരു പയ്യനെ ഞാൻ സിലിണ്ടറിന്റെ മുകളിൽ പോയി കുതിരിക്കുന്ന കാണാം. But it's boneless, you know. അധികം ടൈം ಜಾಸ್ತಿ ಕುಕ್ ಮಾಡಬಾರದು. You should not cook. You should not let it in the oil for long time. റബ്ബർ പോലെ It will completely get dehydrated. പിന്നെ റബ്ബർ പോലെ റബ്ബർ ತರ ಆಗುತ್ತೆ. So that we'll have to take it as soon as possible. So that it will be very juicy chicken.
ബിരിയാണി റെഡി. Oh, so good. തിന്നോടൂ. So tasty. ಚೆನ್ನಾಗಿದೆಯಲ್ಲ? Oh, it's so good. You guys just try this once. For sure you will love it. It's very easy. ಈಸಿ ನಾನು ಮಾಡಿದ್ದು. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് എക്സ്ട്രാ തൈരിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിലെല്ലാം ഞാൻ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് ബിരിയാണി വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഈ ബിരിയാണി ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചിക്കൻ 65 ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. വേണ്ടേ? തരാം. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ബിരിയാണി കഴിക്കട്ടെ. ഗായ്സ്, ഹൗ വാസ് എ ബിരിയാണി? ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി വീണ്ടും വീണ്ടും നല്ലതാണെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു മനസ്സുഖം. പറയൂ പറയൂ, എന്തെങ്കിലും പറയൂ, മലയാളത്തിൽ പറയൂ എന്തെങ്കിലും. കൺമണി, ഡാഡിക്ക് മലയാളം പഠിപ്പിച്ചു കൊടുക്കും. ഇവിടെ വാ, അമ്മയുടെ അടുത്ത് വാ. ബിരിയാണി സൂപ്പർ. അതിലിവിടെ മലയാളം ഉണ്ട്. ബിരിയാണി നല്ല ഉണ്ട്. നല്ല ബിരിയാണി. പറയൂ, കൺമണി ബിരിയാണി കഴിച്ചോ? അതെന്താ? ചിക്കൻ ഫ്രൈ മാത്രമേ കഴിച്ചുള്ളൂ. അശ്വൻ പറയൂ, എന്തെങ്കിലും പറയൂ മലയാളം. ഇന്നത്തെ വ്ലോഗ് എന്തായിരുന്നു പറ. ഈവനിങ് വ്ലോഗ്. ಇದನ್ನ ಡೇಟ್ ಕರ್ಕೊಂಡು ಹೋಗ್ತೀನಿ ಅಂತ ಹೇಳಿ ನಂಗೆ ಮೋಸ ಮಾಡಿಬಿಟ್ಟೆ. ಎന്നെ ചതിച്ചു ഗൈസ്, ചതിച്ചു. നമ്മള് ആ ലേക്കിന്റെ അടുത്തൊരു ഗ്ലാസ് ഹൗസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഗ്ലാസ് ഹൗസ് 5:30 ക്ലോസ് ആവും. പിന്നെ അതിനകത്ത് എന്താ ഉള്ളതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല കേട്ടോ. ഗ്ലാസ് ഹൗസിനകത്ത് എന്താ ഉള്ളത്? 5:30. അതിനകത്ത് എന്താ ഉള്ളത്? അതിന്റെ അകത്ത് എന്താ ഉള്ളത്? അതിന്റെ അകത്ത് എന്താ ഉള്ളത്? അകം മീൻസ് അകത്ത്. അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു പറ. അതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ഡാഡിയോട് ചോദിക്കും. ഡാഡിക്ക് മനസ്സിലാവുന്നില്ല കന്നഡ. കണ്ണു പറഞ്ഞു കൊടുക്കൂ. കണ്ണു പറയൂ, കന്നഡയിൽ പറഞ്ഞു കൊടുക്കൂ ഡാഡിക്ക്. അകത്ത് എന്താ ഉള്ളതെന്ന് ചോദിക്കൂ. പറയൂ. ഗ്ലാസ് ഹൗസിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ചോദിക്കും ഡാഡിയോട്. ഇല്ല ഷോ, അത് ഒളകಡೆ ഇൻസൈഡ്. അകത്ത്, പുറത്ത് മീൻസ് ഔട്ട്സൈഡ്. അകം, പുറം. നമ്മള് കണ്ടിട്ടില്ല. അതൊരു ഗ്ലാസ് ഹൗസ്, ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഹൗസ് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതിന്റെ അകത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാനും പിന്നെ യോഗ ടൈമില് യോഗയൊക്കെ നടക്കും. നമ്മൾ പോയിട്ടില്ല, പക്ഷെ നമ്മൾ ഇന്ന് പോകുമ്പോഴേക്കും ലേറ്റ് ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലം കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ദാവൺഗരയിൽ ആക്ച്വലി ശരിക്കും ദാവൺഗരയിൽ എന്താ ഉള്ളത് കാണാൻ? ഒന്നുമില്ല ഈ നാട്ടില്, അല്ലേ? ഒന്നുമില്ല. കുറെ പാർക്കും ഒരു സിറ്റിയാണ്. റിട്ടയർമെന്റ് പ്ലേസ്. ഏജ് ആയവർക്ക് കുഴപ്പമില്ല, കാരണം അവർക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. പാർക്കിൽ പോവാം, പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. അതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കിട്ടും, അല്ലെ? തർക്കാരി, പച്ചക്കറിയൊക്കെ ഇഷ്ടംമാതിരി കിട്ടും. ഈവനിങ് വാക്ക് പോവാം റിട്ടയർ ആയി കഴിഞ്ഞാൽ. അപ്പൊ അവർക്കൊക്കെ നല്ലതാ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ദാവൺഗരയിലെല്ലാം കാണിച്ചു തരണമെന്ന്. എന്താ കാണിച്ചു തരാ, അല്ലേ? ഒന്നുമില്ല നിന്റെ നാട്ടില്. പയ്യന്നൂർ നോക്ക്, ഒരു 8 കിലോമീറ്ററിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ബീച്ചെങ്കിലുണ്ട്. എത്ര ബീച്ചസ് ഉണ്ട് നമുക്ക്, അല്ലേ? എത്ര നല്ല ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നല്ല ഭക്ഷണം കഴിക്കേണ്ട സ്ഥലം പോലും ഇല്ല. ഈ നാട്ടുകാർ ആരെങ്കിലും ഈ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം എന്നെ കമൻറ്റ് ഇട്ട് എന്നെ തെറി വിളിക്കുമായിരിക്കും. ಅಷ್ಟೇ ನಿಮ್ಮ ಜನ ಯಾರಾದ್ರೂ ನನ್ನ ವಿಡಿಯೋ ನೋಡಿದ್ಮೇಲೆ ಅವ್ರು ನನಗೆ ಬೈತಾರೆ.
No, they also know that. ഇവിടെ എന്താ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് അല്ലേ ടെമ്പിൾസ് ഉണ്ട്, പിന്നെ പാർക്കുകളും കാര്യങ്ങളും മാത്രമേ Like colleges. കോളേജസ് ഉണ്ട് ഇഷ്ടംമാതിരി. Colleges, temples, parks. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എപ്പോഴും തലപുകഞ്ഞ് ആലോചിക്കും എന്താ കാണിക്കുക, എനിക്ക് ഇവിടെ ദാവണഗിരിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അശോ നാവ് ഇത് തോർസ്ബെക്കോ, വി ഹാവ് ടു ഗോ ഉച്ചങ്കി ദുർഗ. ഞാനൊരു അതിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറയാം കേട്ടോ, എൻ്റെ അടുത്തൊരു വ്ളോഗിൽ ഞാൻ പറയാം. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് ഉച്ചങ്കി ദുർഗ എന്ന് പറഞ്ഞിട്ട്, അതൊരു ടെമ്പിളാണ്. ടെമ്പിൾ മാത്രമല്ല അതിലൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ആയിരിക്കും ഞാൻ അന്നേ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അശ്വിൻ്റെ വർക്കും ഞങ്ങളുടെ പനിയൊക്കെ കാരണം എനിക്ക് അവിടെ വരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ അശ്വ next possible day we'll go there. We'll take another 2-3 days. We'll plan. We'll plan. We'll go. നമ്മൾ പോകുന്നത് It's not so far. It's very near. ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ എന്താ എനിക്ക് അവസ്ഥ എന്നറിയില്ല, പക്ഷെ ഞാൻ അതിന്റെ ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയും ആ ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം അതാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളൊരു വ്ളോഗ് അടുത്തതായിട്ട്. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗായിരുന്നു അല്ലേ. യൂഷ്വലി സൺഡേസ് ഒക്കെ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ അല്ലേ, നമ്മള് യൂഷ്വൽ സൺഡേസ് ഇങ്ങനെയല്ലേ, ഹീಗೆ ಅಲ್ವಾ? ಹೀಗೆ ಇರುತ್ತೆ, but most of the Sundays we don't go out anywhere. നമ്മൾ പാർക്കിൽ പോവാറുണ്ട് കൺമണിനെയും കൂട്ടിയിട്ട്. പാർക്കിൽ കൺമണിക്ക് കളിക്കാനൊക്കെ പോവാറുണ്ട് ഞങ്ങൾ അല്ലേ, പാർക്കിൽ പോവാറുണ്ട്. പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡും എന്തെങ്കിലുമൊക്കെ ഐറ്റം വാങ്ങിച്ചിട്ട് വീട്ടിൽ വരും, എന്നിട്ട് കുക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ കഴിക്കും. യൂഷ്വലി നമ്മുടെ എല്ലാ സൺഡേസും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ പണ്ട് നമ്മൾ ഫിഷ് വാങ്ങിക്കുമായിരുന്നു. പണ്ട് നമ്മുടെ സൺഡേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് മീൽസ് ആയിരുന്നു. എവറി സൺഡേ നമ്മൾ ഫിഷ് വാങ്ങിക്കും. ഫിഷ് മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇപ്പൊ പിന്നെ നമ്മള് കുറച്ച് നാളായിട്ട് ഫിഷ് വാങ്ങിക്കാൻ പോയിട്ടില്ല. കളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തായിരുന്നു ഷോ, പിന്നെ ഞങ്ങൾ ഇനി എങ്ങനത്തെ വ്ളോഗ്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ താഴെ കമന്റിൽ പറയുകയാണെങ്കിൽ അതുപോലത്തെ വ്ളോഗ്സ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്താ പറയാ, feedbacks. Yeah, please do write your feedbacks in the comment box, and thank you for watching. Bye bye. Good night.